നമസ്കാരം. ഇതറിഞ്ഞാൽ ആരും ഒന്ന് ഞെട്ടിപ്പോകും. അതെ, കേട്ടാൽ ആരുടെയും കണ്ണു തള്ളിപ്പോകുന്ന ആ അതിഭീകരമായ സത്യമാണ് ഇപ്പോൾ രാജ്യ തലസ്ഥാനത്ത് നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഡൽഹിയിലെ തെരുവുകളിൽ സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെ സമരമെന്ന് പറഞ്ഞ് ആളുകളെ പറ്റിച്ചു കളിക്കുന്ന ആ കൊടും ചതിയന്മാരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സാക്ഷാൽ ഖലിസ്ഥാൻ ഭീകരരാണെന്ന അമ്പരപ്പിക്കുന്ന സത്യം വിളിച്ചതായിരിക്കുകയാണ്. ജനാധിപത്യത്തിന്റെയും അവകാശങ്ങളുടെയും പേരിൽ ഡൽഹി നഗരത്തെ കത്തിക്കാൻ നോക്കുന്ന ആ വിഘടനവാദികളുടെ കറുത്ത മുഖം കണ്ടതോടെ രാജ്യം മുഴുവൻ ഇപ്പോൾ ഞെട്ടിത്തരിച്ച് വിറങ്ങലിച്ചു നിൽക്കുന്നു. സംഗതി മറ്റൊന്നുമല്ല, ലോകത്തെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ട് നിരോധിത വിഘടനവാദി സംഘടനയായ 6 ഫോർ ജസ്റ്റിസ് തലവനും അന്താരാഷ്ട്ര പിടികിട്ടാപ്പുള്ളിയുമായ ഗുർപന്ത് സിംഗ് പന്നുൻ പുറത്തുവിട്ട ആ വീഡിയോ സന്ദേശമാണ് ഇപ്പോൾ രാജ്യത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് വലിയൊരു ഭൂകമ്പം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ സമരം നയിക്കുന്ന വിവിധ സംഘടനകളുടെ നേതാക്കളുമായി താൻ രഹസ്യമായി സൂം മീറ്റിംഗ് നടത്തിയെന്നും ഇന്ത്യയെ വിവിധ കഷ്ണങ്ങളായി കീറിമുറിക്കാൻ പ്രക്ഷോഭകർക്ക് 10 കോടി രൂപയുടെ വിദേശ ഫണ്ടാണ് താൻ വാഗ്ദാനം ചെയ്തതെന്നുമാണ് ഈ ഭീകരൻ യാതൊരു ഭയവുമില്ലാതെ പുച്ഛത്തോടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കേവലം ഒരു ജനാധിപത്യ സമരമല്ലിത്, മറിച്ച് ഭാരതത്തിന്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കും നേരെ നടക്കുന്ന അന്താരാഷ്ട്ര തലത്തിലുള്ള ഏറ്റവും വലിയ അട്ടിമറി നീക്കമാണ് എന്ന് ഇതോടെ പൂർണ്ണമായി വ്യക്തമായി കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേവലം അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നത് കൊണ്ടൊന്നും തങ്ങളുടെ അജണ്ട തീരുന്നതല്ലെന്നും ഭാരതത്തിന്റെ വിഭജനം പൂർണ്ണമായി നടപ്പിലാക്കി ഈ രാജ്യത്തെ തകർക്കുക മാത്രമാണ് തന്റെ പരമമായ ലക്ഷ്യമെന്നുമാണ് പന്നുൻ ആവേശത്തോടെ വെളിപ്പെടുത്തുന്നത്. പരീക്ഷാ ക്രമക്കേടുകളുടെയും വിദ്യാർത്ഥി അവകാശങ്ങളുടെയും വേഷം കെട്ടി ജന്തർ മന്ദറിലും ഡൽഹി തെരുവുകളിലും നടക്കുന്ന സമരങ്ങളെല്ലാം യഥാർത്ഥത്തിൽ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള വിദേശ ഏജൻസികളുടെയും ഭീകര സംഘടനകളുടെയും ഗൂഢ അജണ്ടയാണെന്ന് ഈ ഒരൊറ്റ വെളിപ്പെടുത്തലോടെ പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ്. മാന്യതയുടെയും സമാധാനത്തിന്റെയും മുഖംമൂടിയണിഞ്ഞ് തെരുവിലിറങ്ങിയവരുടെ യഥാർത്ഥ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഇപ്പോൾ ലോകത്തിന് മുന്നിൽ കൃത്യമായി തെളിഞ്ഞിരിക്കുന്നു. സമരം നടത്തുന്നവരുടെ ഉദ്ദേശശുദ്ധി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. മുൻപ് ഈ സമരക്കാരുടെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളും സോഷ്യൽ മീഡിയ പേജുകളും അമേരിക്കയിൽ നിന്നും അയർലൻഡിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും നേരിട്ട് പ്രവർത്തിപ്പിക്കുന്നതായുള്ള ടെക്നിക്കൽ വിവരങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഖലിസ്ഥാൻ ബന്ധവും പരസ്യമായി പുറത്തു വന്നിരിക്കുന്നത്. ഈ ഞെട്ടിക്കുന്ന സത്യം പുറത്തു വന്നതോടെ ഭരണകക്ഷി നേതൃത്വവും ദേശീയ സുരക്ഷാ ഏജൻസികളും കടുത്ത നടപടിയുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. MP നിഷാന്ത് ദുബൈ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളും ജനപ്രതിനിധികളും ഈ ഗുരുതരമായ വീഡിയോ തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ട് സമഗ്രമായ ദേശീയ അന്വേഷണത്തിന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രക്ഷോഭങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ വിദേശ പണം എവിടെ നിന്നാണ് ഒഴുകിയെത്തുന്നതെന്നും ഇതിന്റെ യഥാർത്ഥ അന്താരാഷ്ട്ര സൂത്രധാരന്മാർ ആരാണെന്നും രാജ്യം ഒരൊറ്റ ശ്വാസത്തിലാണ് ഉറ്റുനോക്കുന്നത്. കോൺഗ്രസ് യുവരാജാവ് രാഹുൽ ഗാന്ധിയുടെ വിദേശ പര്യടനങ്ങളെയും ഈ സംഭവ വികാസങ്ങളെയും കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ആരോപണങ്ങളും രാഷ്ട്രീയ രംഗത്ത് വലിയ രീതിയിലുള്ള പുകച്ചിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിർത്തി കടന്നെത്തുന്ന അവിശുദ്ധ പണവും വിഘടനവാദി ബന്ധങ്ങളും ഉപയോഗിച്ച് നമ്മുടെ യുവതലമുറയെ വഴിതെറ്റിക്കാനും രാജ്യത്തെ ക്രമസമാധാനം പൂർണ്ണമായും തകർക്കാനും ശ്രമിക്കുന്ന ഇത്തരം രാജ്യദ്രോഹികൾക്ക് മുന്നിൽ ഇനിയും പ്രതിപക്ഷ പാർട്ടികൾ കൃത്യമായി വായി തുറക്കാൻ തയ്യാറായിട്ടില്ല എന്നത് ജനങ്ങളിൽ ഉണ്ടാക്കുന്ന സംശയങ്ങളുടെ ആഴം ഇരട്ടിയാക്കുന്നുണ്ട്. അമേരിക്കയും കാനഡയും കേന്ദ്രീകരിച്ച് ഇന്ത്യക്കെതിരെ വിഷം തുപ്പുന്ന പന്നുൻ പഞ്ചാബും മറ്റ് അയൽ സംസ്ഥാനങ്ങളും വേർപ്പെടുത്തി ഖലിസ്ഥാൻ എന്ന പേരിൽ പ്രത്യേക രാജ്യം രൂപീകരിക്കാൻ ലക്ഷ്യമിട്ട് നടക്കുന്ന കൊടും ഭീകരവാദിയാണ്. തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇത്തരം ഭീകരരുടെ പണം കൈപ്പറ്റാനും വിദേശ ഏജന്റുകളാകാനും സമര നേതാക്കൾ മടിച്ചില്ല എന്നത് രാജ്യസ്നേഹികളായ ഏതൊരു പൗരന്റെയും രക്തം തിളപ്പിക്കുന്ന കാര്യമാണ്. ഇത്തരക്കാരുടെ അജണ്ടകളെ പൊളിച്ചെടുക്കാൻ സർക്കാരിനൊപ്പം ജനങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കണം. ഇന്ത്യ ഇന്ന് സാമ്പത്തികമായും ഭൗമരാഷ്ട്രീയമായും ലോകവേദിയിൽ കൈവരിച്ച ബഹുദൂര കുതിച്ചുചാട്ടവും വികസന വളർച്ചയും തടയാൻ പാകിസ്ഥാന്റെ ISI പോലുള്ള ശത്രുതാപരമായ വിദേശ ഏജൻസികളുടെ സഹായത്തോടെ ഇവർ നടത്തുന്ന ഇത്തരം കുതന്ത്രങ്ങളെല്ലാം ഇപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി തകർന്നു പൊളിഞ്ഞു വീഴുകയാണ്. രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷം തകർത്ത് വികസന കുതിപ്പിന് തടയിടുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന വിദേശ വിധ്വംസക ശക്തികൾക്കുള്ളത്. എന്നാൽ ഭാരതത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളും രഹസ്യാന്വേഷണ വിഭാഗവും തികഞ്ഞ ജാഗ്രതയിലാണെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഓരോ വിവരങ്ങളും. വിദേശ മണ്ണിലിരുന്ന് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇനി അത്ര എളുപ്പത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല. ഡൽഹി നഗരത്തെ പൂർണ്ണമായി അസ്ഥിരപ്പെടുത്താനും രാജ്യത്തുടനീളം ഭീതിയും അശാന്തിയും പടർത്താനും ലക്ഷ്യമിട്ട്
ലക്ഷ്യമിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വ്യാജ ബോട്ട് അക്കൗണ്ടുകൾ വഴി സോഷ്യൽ മീഡിയയിലൂടെ വിഷം വമിക്കുന്ന പ്രചാരണങ്ങൾ അഴിച്ചുവിടുന്ന ഈ ഭീകരവാദികളുടെയും അവരുടെ പ്രാദേശിക ഏജന്റുമാരുടെയും മുഖം മൂടി ഓരോന്നായി അഴിഞ്ഞു വീഴുമ്പോൾ രാജ്യസ്നേഹികളായ ഓരോ പൗരന്മാരും അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. വികസനത്തിന്റെ പുതിയ ചരിത്രങ്ങൾ എഴുതുന്ന ഭാരതത്തിന്റെ ഈ കുതിച്ചുചാട്ടം കണ്ട് വിറളി പൂണ്ട് ഇത്തരം കറുത്ത കളികൾ കളിക്കുന്ന വിധ്വംസക ശക്തികളുടെ എല്ലാ നീക്കങ്ങളെയും നമ്മുടെ വീരരായ സുരക്ഷാ സേനയും കേന്ദ്ര ഭരണകൂടവും ചേർന്ന് വേരോടെ പിഴുതെറിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാജ്യസുരക്ഷയെ ആവർത്തിച്ച് തുറന്ന് വെല്ലുവിളിക്കുന്ന ഈ അവിശുദ്ധ നീക്കങ്ങൾക്കെതിരെ ജനങ്ങളുടെ ഇടയിൽ നിന്നും ശക്തമായ ജനരോഷമാണ് ഇതിനോടകം തന്നെ ഉയരുന്നത്. ദേശവിരുദ്ധ ശക്തികളുടെ ഇത്തരം ആസൂത്രിത ഗൂഢാലോചനകളെയും കള്ളക്കളികളെയും നഖശികാന്തം എതിർക്കുക എന്നത് ഭാരതത്തിലെ ഓരോ ദേശസ്നേഹിയായ പൗരന്റെയും പരമപ്രധാനമായ കടമയാണ്. വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന വേഷം കെട്ടിവന്ന രാജ്യദ്രോഹികളെ ഇനി വെറുതെ വിടാൻ കഴിയില്ല. ഭാരതത്തിന്റെ മണ്ണിലിരുന്ന് വിദേശ ഭീകരരുടെ പണം വാങ്ങി രാജ്യത്തെ തകർക്കാൻ നോക്കുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് കർശനമായി ശിക്ഷിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് കബളിപ്പിക്കാൻ നോക്കിയ വിഘടനവാദികളുടെ തനിനിറം വെളിച്ചത്തായ സ്ഥിതിക്ക് ഇത്തരം വിധ്വംസക നീക്കങ്ങൾക്കെതിരെ ഒരൊറ്റക്കെട്ടായി രാജ്യം അണിനിരക്കേണ്ടതുണ്ട്. നമ്മുടെ സുരക്ഷാ സേനയും ഭരണകൂടവും ഈ രാജ്യദ്രോഹികളുടെ കറുത്ത അജണ്ടകളെ മുഴുവനായി തച്ചുടയ്ക്കുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും പൂർണ്ണമായി കാത്തു സൂക്ഷിക്കുമെന്നും ഉറച്ചു വിശ്വസിക്കാം. നമുക്ക് ഭാരതത്തെ തകർക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന ഒരു ശക്തിയും ഇവിടെ വാഴില്ലെന്ന് ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് നന്നായിരിക്കും. ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെ വെല്ലുവിളിച്ചുകൊണ്ട് വിദേശത്തിരുന്ന് ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്ന പന്നൂനെ പോലുള്ള ഭീകരർക്കുള്ള ആത്യന്തികമായ മറുപടി നമ്മുടെ ഭരണകൂടം വൈകാതെ നൽകുക തന്നെ ചെയ്യും. രാജ്യത്തെ പ്രമുഖ ഉദ്യോഗസ്ഥരെയും രഹസ്യാന്വേഷണ വിഭാഗത്തെയും ഏകോപിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നടത്തുന്ന ഈ അന്വേഷണം അവസാനിക്കുന്നത് വിദേശ ഗൂഢാലോചനക്കാരുടെ ഉറക്കം കെടുത്തുന്ന രീതിയിലായിരിക്കും. നിരോധിത സംഘടനകളുടെ പണം പറ്റി തെരുവിൽ നാടകം കളിക്കുന്ന വ്യാജ പ്രക്ഷോഭകരുടെ സാമ്പത്തിക ഇടപാടുകൾ NIA ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകളും കൂടുതൽ വിവരങ്ങളും പുറത്തു വരുന്നതോടെ ഇത്തരം അവിശുദ്ധ കൂട്ടുകെട്ടുകളുടെ യഥാർത്ഥ സൂത്രധാരന്മാരുടെ പ്രതിച്ഛായ പൂർണ്ണമായും തകർന്നടിയും. വിദ്യാർത്ഥികളുടെയും സാധാരണ പൗരന്മാരുടെയും വികാരങ്ങളെ ചൂഷണം ചെയ്ത് സ്വന്തം അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന വിഘടനവാദികളെ ജനങ്ങൾ തന്നെ തിരിച്ചറിയുകയും തെരുവുകളിൽ ഒറ്റപ്പെടുത്തുകയും ചെയ്യും. ഭാരതത്തിന്റെ പരമാധികാരവും സമാധാന അന്തരീക്ഷവും സംരക്ഷിക്കാൻ നമ്മുടെ സൈന്യവും പോലീസും എപ്പോഴും മുൻപന്തിയിലുണ്ടാകും. അതിർത്തി കടന്നുള്ള ഭീഷണികളെയും ആഭ്യന്തരമായി ഉയരുന്ന അരാജകത്വങ്ങളെയും ഒരുപോലെ പിഴുതെറിഞ്ഞ് ഭാരതം മുന്നോട്ട് കുതിക്കുക തന്നെ ചെയ്യും. നമ്മുടെ രാജ്യത്തിന്റെ ഒരുമ തകർക്കാൻ യാതൊരുവിധ ശ്രമങ്ങളും അനുവദിച്ചു കൊടുക്കില്ലെന്ന് ഓരോ ഭാരതീയനും വീണ്ടും ഉറപ്പിച്ചു പറയേണ്ട സമയമാണിത്. ജനാധിപത്യത്തിന്റെ പേരിൽ നടക്കുന്ന ഇത്തരം തട്ടിപ്പുകളെ തുറന്നു കാണിച്ച് മാധ്യമങ്ങളും സത്യസന്ധരായ പൗരന്മാരും മുന്നോട്ട് വരണം. അവിശുദ്ധ വിദേശ പണം വാങ്ങി തെരുവിൽ പ്രക്ഷോഭമുണ്ടാക്കുന്ന ഓരോരുത്തർക്കും അർഹിക്കുന്ന ശിക്ഷ ഉറപ്പാക്കാൻ സുരക്ഷാ ഏജൻസികൾ സജ്ജമാണ്. ഭാരതത്തിന്റെ അഖണ്ഡത സംരക്ഷിക്കാൻ നിയമത്തിന്റെ വഴിയിലൂടെ ശക്തമായ പോരാട്ടം തന്നെ തുടരും. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ എന്തൊക്കെയാണ്? താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു ചൂടൻ രാഷ്ട്രീയ വിഷയവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.